ഹായ് നമസ്കാരം. ആറാട്ട് എന്ന സിനിമ കൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം കിട്ടിയ ഒരു മനുഷ്യനാണ് നമ്മുടെ ആറാട്ടണൻ അഥവാ സന്തോഷ് വർക്കി. ആറാട്ട് എന്ന സിനിമ ഇത്രയും ഹൃദയത്തിലോട്ടെത്താൻ അദ്ദേഹത്തിൻ്റെ റിവ്യൂ കൊണ്ട് സാധിച്ചു. അങ്ങനെ അദ്ദേഹം വൈറലാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വൈറലാകാൻ എന്നുള്ളത്. എന്തോ പുള്ളി പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വൈറലാകാൻ ആറാട്ടന് സാധിച്ചു. അതിന് മെയിൻ കാരണം നമ്മുടെ യൂട്യൂബേഴ്സ് അടക്കമുള്ള മീഡിയകൾ, അതായത് യൂട്യൂബ് ചാനൽ മീഡിയ നടത്തുന്ന ഇൻ്റർവ്യൂ നടത്തുന്ന ടീമുകൾ എല്ലാവരും കൂടെ ചേർന്നാണ് പുള്ളിയെ വൈറലാക്കിയതും അതുപോലെ തന്നെ നല്ല രീതിയിൽ ട്രോള് ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതും ഈ മീഡിയക്കാർ തന്നെയാണ്. നല്ല രീതിയിൽ ആറാട്ടണ്ണനെ ഇവൻ ട്രോളിക്കൊണ്ടൊക്കെ ഒരുപാട് കോമഡി പീസാക്കി മാറ്റിയിട്ടുണ്ട്. അത് ആറാട്ടണ്ണൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ചുമ്മാ അനാവശ്യത്തിന് ഒക്കെ ട്രോളുന്നുണ്ട് ഇടയ്ക്ക്. അതുപോലെ തന്നെ ചെകുത്താൻ ഈ ഒരു സമയത്ത് കണ്ടൊരു ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറാട്ടണ്ണനെയൊക്കെ ആരണ്ട് പിടിച്ച് അടിച്ചെന്ന്. പക്ഷെ അതിനൊന്നും ഒരു പരാതി പറയാനൊന്നും ആറാട്ടണ്ണൻ പോയിട്ടുമില്ല. പുള്ളി അടി കൊണ്ട് വാങ്ങിച്ച് പാമ്പിടിച്ചവൻ ഒന്നെങ്കിൽ വിഷമിച്ച് കാണും, കരഞ്ഞു കാണും. അങ്ങനെ പോകുന്ന ഒരാളാണ് ആറാട്ടണ്ണൻ. അപ്പം പുള്ളിയെ ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ച് അപമാനിച്ചെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ്, അതായത് ഫേസ്ബുക്ക് ലൈവ് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനൽ, ആ ചാനലിലെ ആങ്കറിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഫേസ്ബുക്കിൽ പങ്കുവെച്ചായിരുന്നു. അപ്പം ഈ പങ്കുവെച്ച പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് അവരെയൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ഇടാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അദ്ദേഹം ഇങ്ങനെ ഈ ആങ്കറിനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. കാരണം പെരേര അദ്ദേഹത്തിൻ്റെ തന്നെ ഫ്രണ്ടായ, അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ ചെയ്ത് റിവ്യൂ പറയുന്ന പുള്ളി ഉണ്ടല്ലോ ഇപ്പം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തെ ഒരു അച്ഛനും അദ്ദേഹവും കൂടെ വെച്ചിട്ടൊരു ഇൻ്റർവ്യൂ നടത്തി. അതിൽ കുറേ പെരേരയെ തന്നെ ഇരുത്തി കുറേ ട്രോളിയായിരുന്നു ഈ ആങ്കർ തന്നെ. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സന്തോഷ് വർക്കിക്ക് ഈ ആങ്കറിനോടൊരു സ്നേഹം തോന്നി. അത് പുള്ളി സർവ്വസാധാരണ ചെയ്യുന്ന പോലെ ഫേസ്ബുക്കിൽ അങ്ങ് പങ്കുവെച്ചു. അപ്പോൾ തന്നെ ആ ആങ്കറും ആ മീഡിയയും അല്ലെങ്കിൽ ആ ചാനലും നമ്മുടെ സന്തോഷ് അണ്ണനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സന്തോഷ് അണ്ണന് അല്ലെങ്കിൽ ആറാട്ടന് മനസ്സിലായത് പുള്ളിയെ ഇരുത്തി ട്രോളിയതായിരുന്നു അല്ലെങ്കിൽ അപമാനിച്ചതാണ്. അതും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ ഒരു ലൈവിൽ പോസ്റ്റ് ഇട്ടത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒന്ന് കേട്ടു നോക്കാം. ജാങ്കോ സ്പേസ് എന്ന മീഡിയ ചാനലും അല്ല ആങ്കറും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ആണ്. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഇൻസൾട്ട് ചെയ്തൊരു ഇൻ്റർവ്യൂ വേറെ അറ്റൻഡ് ചെയ്തിട്ടില്ല. നേരത്തെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പെരേരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആങ്കറിനെ ഞങ്ങളോട് ആറാട്ടണ്ണൻ പറഞ്ഞതുപോലെ എനിക്കും ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി, അപമാനിക്കുന്നതായിട്ട് തന്നെയാണ് തോന്നിയത്. അതിൽ ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ പറയുന്നുണ്ട്, ഇത് അപമാനിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയൊരു ഇൻ്റർവ്യൂ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആങ്കർ തുടങ്ങുന്നത്. പക്ഷേ അപമാനിച്ചങ്ങ് വിടുവാണ്. പറഞ്ഞുകൊണ്ട് അല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപമാനിച്ച് വിടുന്നതായിട്ടാണ് പേഴ്സണലി എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇത് സന്തോഷടനും അത് തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം എന്താ, ഇപ്പം ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു, അതിനിപ്പം ഒരു ഇൻ്റർവ്യൂ, ആ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേര് ഇൻ്റർവ്യൂ വിളിച്ച് വരുത്തിയിട്ട് ആ പോസ്റ്റിനെ കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത് ആങ്കർ. പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല. എന്തുകൊണ്ട് നമ്മളില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തില്ലേ, ആ രീതിയിലാണ് അവർ ചോദ്യം ചോദിക്കുന്നത്. കാരണം ഈ വലിയ തെറ്റായിട്ടോ ഒന്നുമല്ല. പുള്ളി അവരുടെ വീട്ടിൽ പോയിട്ട് കടവ് തട്ടിത്തുറന്ന് അങ്ങനെ പ്രപ്പോസ് ഒന്നും ചെയ്തതല്ല. അദ്ദേഹം ഫേസ്ബുക്കിൽ അവരുടെ പേര് പോലും അറിയത്തില്ല, ഒരു പോസ്റ്റ് ഇട്ട് ആ ഒരു പേര് പുള്ളിയെ ഇൻ്റർവ്യൂ ചെയ്തു. പക്ഷേ അതൊരു അദ്ദേഹത്തിനെ കളിയാക്കുന്നതും അപമാനിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ പല ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പുച്ഛം കാണിക്കുന്ന എന്തിനാണ്? ഇങ്ങനെയാണ് ഒരാളെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ്. ശരിയാണ്, നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. ഈ കുറേ എക്സ്റ്റേണൽ സൗന്ദര്യം മാത്രം ഉണ്ടായി പോരാ, നല്ലൊരു മനസ്സ് വേണം, ഇന്നർ ബ്യൂട്ടി വേണം. എക്സ്റ്റേണൽ ബ്യൂട്ടിയിലല്ല കാര്യം, ഇന്നർ ബ്യൂട്ടി വേണം. ഞാൻ പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല. പുച്ഛമാണ് നമ്മളോടല്ല. പുച്ഛമാണെങ്കിലും മമ്മൂട്ടി പോലെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഞങ്ങളെന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന PhD ചെയ്യുന്ന ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. കാര്യം തന്നെയല്ലേ അണ്ണം പറഞ്ഞത്. മമ്മൂട്ടിയെ മോലാനെ അങ്ങനെ വലിയ വലിയ ആൾക്കാരെ കൊണ്ടുപോയി ഇൻ്റർവ്യൂ ചെയ്യുക. ഇവരെ വിളിച്ചിട്ട് പാത്തുങ്ങളെ അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ വൈറലായിട്ട് അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ടീംസുകൾ, അവരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ സാധാരണ നോർമൽ ഇൻ്റർവ്യൂ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ ചോദിച്ചു വിടുകയാണ് ചെയ്യേണ്ടത്. ഇത് ഒരു പ്രപ്പോസ് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് മാത്രം എന്നെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്താണ് ക്രഷ് തോന്നാൻ കാരണം എന്നൊക്കെ പറഞ്ഞാണ് അവർ ചോദ്യം ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇടാവോ? ഇട്ടത് കൊണ്ട് ആ ആങ്കറിൻ്റെ ഐഡൻറ്റിറ്റിയെ അത് ചോദ്യം ചെയ്യും ആൾക്കാർ. അതൊക്കെ എങ്ങനെയാണ് ആ ഒരു ആറാട്ടണ്ണൻ ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഐഡൻറ്റിറ്റി എങ്ങനെ അത് ബാധിക്കും? പുള്ളി പറഞ്ഞത് അത് നമുക്കിപ്പം ഇഷ്ടപ്പെട്ടില്ല, അത് ഓക്കെ. ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതും പുച്ഛിക്കുന്നതും പുള്ളിക്ക് തോന്നിയ വിചാരം തന്നെയാണ് എനിക്കും ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പുള്ളിയെ വിളിച്ച് അപമാനിക്കുന്നതായിട്ട് തോന്നിയത്. വലിയ ആക്ടർ ആയതാ,
മറ്റേ വിക്രം 18 വർഷം ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. 22 വയസ്സിൽ എന്താ ജൂനിയർ ആർട്ടിസ്റ്റ് സിനിമയിൽ കയറാൻ നോക്കിയ എൻ്റെ ഒപ്പം അങ്ങനെ എത്ര പേരുണ്ടാ? ശരിയാ, വേറൊക്കെ വിദ്യാഭ്യാസം കുറവ്. അന്ന് ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യം എന്നാ? എത്രയും മഹാമാരായ ആൾക്കാർ 8ാം ക്ലാസ് 9ാം ക്ലാസ്സേ ഓടിച്ചിട്ടുള്ളൂ. ഇത് ഈ പെരേരയുടെ ഒരു ഇൻ്റർവ്യൂ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു, ഈ ആങ്കർ തന്നെ. അതിലും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പെരേരയുടെ കുറച്ച് വിദ്യാഭ്യാസത്തെയൊക്കെ പറ്റി ഇച്ചിരി കളിയാക്കലും ഒക്കെ ആ ഇൻ്റർവ്യൂവിലും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം 22ാമത്തെ വയസ്സിൽ ആ പെരേര ഉണ്ടല്ലോ ഡാൻസ്, പുള്ളി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടത്തുന്നതിനെക്കുറിച്ചും അവരെന്തോ ഒരു കമൻറ്റ് പോലെ ഇട്ട്, ഈ പ്രായത്തിലാണോ ഇങ്ങനെ നടക്കേണ്ടതെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അതിന് എതിരെയാണ് നമ്മുടെ സന്തോഷ് വർക്കി ചേട്ടൻ ഇങ്ങനെ പറയുന്നത്. പെരേരയും ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യമില്ല. അതായത് വിക്രവും ജോർജ് ജോർജും ഒക്കെ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടാണ് വലിയ ലെവലെത്തുന്നത്. അവർക്കൊക്കെ പുച്ഛമാണെന്നേ. ഇൻ്റർവ്യൂ നടത്തുന്നവർ അങ്ങനാണോ? അവർക്ക് വലിയ ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മാനുഷിക പരിഗണനയോട് കൂടി ഒരു ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ അവർ ആ രീതിയിൽ, അതായത് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ മാന്യമായിട്ട് പെരുമാറുകയും നമ്മൾ അതിനെതിരെ മോശമായി പെരുമാറുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയും. ഇത് ആറാട്ടെണ്ണം നല്ല മാന്യവരാണ്. അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം കൊടുക്കുകയും, പക്ഷെ അവരില്ല പുച്ഛിച്ച് നമ്മളില്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആറാട്ടെണ്ണനോട് വലിയ സിമ്പതിയോ അങ്ങനൊന്നുമില്ല. ആറാട്ടെണ്ണനെ നമുക്ക് കണ്ടറിയാം. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരാളെ വിളിച്ചു വരുത്തി വളരെ എന്താ പറയുക, വല്ലാത്തൊരു രീതിയിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ആറാട്ടർ വയറിലായി ഒരു പുച്ഛം. ഞങ്ങളുടെ പുച്ഛം ഞങ്ങളെ എന്തെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യാൻ ഞങ്ങളാരെയും പറഞ്ഞ് വിളിക്കാൻ. ഇതൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വിളിച്ച് തേർഡ് റേറ്റ് പരിപാടിയാണ്. വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ്. കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു മീഡിയ എത്തിക്സ് ഒരു കാണിക്കുന്നില്ല. ഞാൻ ഫിലോസഫർ, എഞ്ചിനീയർ ഇതാ പറയുന്നത് ബിക്കോസ് എനിക്ക് അങ്ങനെ ഞാൻ എല്ലാം ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് കൂടി എന്ത് പറയാൻ പറ്റും? ആക്ടർ അല്ലെങ്കിൽ ആങ്കർ. നിങ്ങളുടെ വലിയ കരിയറുണ്ട്. നിങ്ങളെന്ത് വലിയ BBC റിപ്പോർട്ടറാണോ ഇത്ര വലിയ കരിയർ കൊണ്ടുവരാൻ? ഞങ്ങളെ പുച്ഛാണ് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടെന്നാ. ഇത്ര പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എക്സ്റ്റേണൽ ബ്യൂട്ടി ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഇന്നർ ബ്യൂട്ടി ഇല്ല. ആദ്യം ആളുകളെ മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കാം, മര്യാദയ്ക്ക് ഡീൽ ചെയ്യാൻ പഠിക്കാം. ഇങ്ങനെയല്ല ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. ഇത് ഇൻസൾട്ടിങ് ആണ്. നിങ്ങൾക്ക് ഇത്ര പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര പുച്ഛത്തോടെ ഞങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല. ആറാട്ടെണ്ണം പറഞ്ഞ ഒരു കാര്യത്തിനും ഞാനും കണ്ടതാണ്. പുള്ളി തന്നെ പറഞ്ഞ് ഞാൻ ആറാട്ടോടുകൂടി അല്ലെങ്കിൽ ആറാട്ടിന് റിവ്യൂ ചെയ്ത് ഞാൻ അങ്ങനെ വൈറലായെന്ന് പറഞ്ഞപ്പം അവരുടെ മുഖത്ത് വന്നൊരു പുച്ഛഭാവമാണ്. അതൊന്ന് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇപ്പം മറ്റേ ആൾ എത്ര താഴ്ന്ന ഇതിലായാലും എത്ര നെഗറ്റീവുള്ള ആളായാലും ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ ആ ഒരു റെസ്പെക്റ്റോടുകൂടിയല്ലേ പെരുമാറേണ്ടത്. അങ്ങനല്ലേ വേണ്ടത്. ഇത് ഇവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് സന്തോഷണം പറഞ്ഞിട്ട് പോയിട്ട് പുള്ളിയെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സാധാരണ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇടാത്തത്. ഞാൻ തന്നെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇടാൻ അല്ലെങ്കിൽ ആ ഒരു ചാനൽ കാണാൻ തന്നെ ഈ ഒരു പ്രശ്നം കാരണം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാലേ കണ്ടന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതൽ കാണും എന്നുള്ളൊരു രീതിയിലായിരിക്കണം അവർ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തി അപമാനിച്ച് അങ്ങനെ നമ്മളിപ്പോഴത്തെ ഊക്കി വിടുക എന്ന് പറയത്തില്ലേ, അത് കണ്ട ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് ആ ആങ്കർ എന്ന് വെച്ചാൽ അവർ ഭയങ്കര അഹങ്കാരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പറയാതിരിക്കുന്നത് അങ്ങനെ. ഈ ഒരു ഇൻ്റർവ്യൂ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇത് അവർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ മാത്രം ആറാട്ടെണ്ണെ വിളിച്ചു വരുത്തിയിട്ട് എന്തുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടത്, അത് ചിലപ്പോൾ ഒരു മിനിറ്റിൻ്റെ ചോദ്യത്തിൽ നമുക്ക് തീർക്കാം. ഇത് തന്നെ ഒരു 20-30 മിനിറ്റ് ഉണ്ട്. ഇത് തന്നെ ചോദിച്ചു അങ്ങനെ ചെയ്യുന്നത് മോശമാണോ, അതാണോ, തെറ്റാണോ, മറ്റാണോ, മറിച്ചാണോ, ഇവരുടെ വിദ്യാഭ്യാസം മറ്റേത് എന്നൊക്കെ ചോദിച്ചങ്ങ് ഇത് തന്നെ അവരെന്തോ വലിയ തെറ്റ് ചെയ്ത് അവരെ പ്രപ്പോസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇഷ്ടമെന്ന് പറയാൻ പാടില്ല. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ഒരു ജയിൽ പുള്ളിയെ കണ്ടിട്ട് നമ്മൾ പോലീസുകാരൻ ചോദിക്കുന്ന അതേ ചോദ്യങ്ങളാണ് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയും ഞാൻ അപമാനിക്കൊന്നുമല്ല കേട്ടോ, അപമാനിക്കൊന്നുമല്ല, അങ്ങനെ തോന്നരുതേ. എന്തായാലും എൻ്റെ പൊന്നോ നമിച്ചിരിക്കുന്നു.